കഴിഞ്ഞ തവണത്തെ അതായത് 2021 കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടക്കുന്ന സമയം. കൃത്യമായി പറഞ്ഞാൽ 2021 മാർച്ച് 7-നാണ് CPM-നുള്ളിൽ നിർണായകമായ ഒരു തീരുമാനമുണ്ടാകുന്നത്. ജനപ്രതിനിധികളുടെ കാലാവധി തുടർച്ചയായി 2 തവണയായി പരിമിതപ്പെടുത്താനുള്ള തീരുമാനത്തിൽ നിന്ന് CPM പിന്മാറേണ്ടതില്ലെന്ന് അന്ന് തീരുമാനിക്കുകയായിരുന്നു. ധനമന്ത്രി TM തോമസ് ഐസക്, പൊതുമരാമത്ത് മന്ത്രി G സുധാകരൻ, സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ട എന്ന CPM നിലപാടിനെതിരെ പ്രാദേശിക തലത്തിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ CPM തീരുമാനത്തിനെതിരെ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതായത് വീണ്ടും തുടർഭരണം ലക്ഷ്യമാക്കിയാണ് CPM തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത് എന്നുള്ളത് സത്യം. ഒരു കാര്യം ആലോചിക്കണം, CPM-നെതിരെ അന്ന് നിരവധി ആരോപണങ്ങളും മറ്റും ഉയർന്നു വന്ന ഒരു കാലമായിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ LDF ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഉയർന്നു വന്ന നിരവധി ആരോപണങ്ങൾ LDF-നെ ഭരണത്തിൽ നിന്നും തൂത്തെറിയും എന്ന വിശ്വാസം അന്ന് UDF പ്രവർത്തകർക്കിടയിലുണ്ടായിരുന്നു. അതിനിടയിലായിരുന്നു CPM-ലെ ചില പാർട്ടി പ്രവർത്തകർക്ക് അനിഷ്ടമുണ്ടാക്കുന്ന ഈ സംഭവവും. അതായത് 2 തവണ തുടർച്ചയായി മത്സരിച്ചവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന CPM നിലപാട് സ്വാഭാവികമായും അനിഷ്ടമുണ്ടാക്കുന്നൊരു സംഭവമാണത്. ആർക്ക്? CPM പ്രവർത്തകർക്ക്. ഉയർന്നു വന്ന നിരവധി ആരോപണങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു സംഭവം കൂടിയാകുമ്പോൾ തീർച്ചയായും CPM മാനസികപരമായി തളരുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത്. അന്ന് പശ്ചിമ ബംഗാളിലെ പരാജയത്തെ ഉദ്ധരിച്ചുകൊണ്ട് പാർട്ടി തങ്ങളുടെ തീരുമാനത്തെ ന്യായീകരിച്ചത് എങ്ങനെയായിരുന്നു? 30 വർഷത്തെ തുടർച്ചയായ ഭരണത്തിന് ശേഷം ബംഗാളിൽ CPM തകർന്ന് തരിപ്പണമായി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരമായി ചൂണ്ടിക്കാണിക്കാൻ അവർക്കുള്ളത് പശ്ചിമ ബംഗാളിലെ പാർട്ടിയിൽ 2ാം നിര നേതാക്കളുടെ അഭാവമായിരുന്നു. മുതിർന്ന നേതാക്കൾ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ആസ്വദിച്ച സാഹചര്യമായിരുന്നെങ്കിലും അവർ വിരമിച്ചതിന് ശേഷം പാർട്ടിയെ നയിക്കാൻ അവരുടെ പിൻഗാമികളെ വളർത്തിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു അന്ന് പാർട്ടി കണ്ടെത്തിയ സംഭവം. എന്തായാലും ഈ സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് 5 വർഷത്തിന് ശേഷം 2 തവണ എന്ന വ്യവസ്ഥ തനിക്കും ബാധകമാകുമെന്ന് വ്യക്തമാക്കി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തു. അതായത് അദ്ദേഹം പറയാതെ പറഞ്ഞ കാര്യം, അടുത്ത തവണ 2026-ൽ LDF-ന് ഭരണം ലഭിച്ചാൽ അപ്പോൾ മത്സരിക്കുവാൻ താൻ കാണില്ല എന്ന തീരുമാനമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഈ വ്യവസ്ഥ കർശനമായി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ 2026-ൽ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുന്നത് പിണറായി വിജയനാണെന്നും എന്നാൽ അദ്ദേഹം മത്സരിക്കില്ല എന്നുമൊക്കെയുള്ള നിരവധി വാദങ്ങൾ ഉയർന്നു വരികയാണ്. അതല്ല 1996-ലെ പോലെ ഒരു സാഹചര്യം പിണറായി ഇടപെട്ട് ഒരുക്കുമെന്നൊക്കെയുള്ള പല നരേഷനുമുണ്ട്. CPM-നെ സംബന്ധിച്ച് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അവരുടെ തീരുമാനം പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ പുറത്തു വരികയുള്ളൂ എന്നുള്ളതാണ്. CPM-ലെ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ചോർത്തി എന്ന് അവകാശപ്പെട്ട് പുറത്തുവിട്ട മാധ്യമങ്ങളൊക്കെ അവസാനം തീരുമാനങ്ങൾ അതൊന്നുമല്ല എന്ന് കണ്ട് നാണം കെട്ട സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തീരുമാനങ്ങൾ CPM പ്രഖ്യാപിക്കുന്നത് വരെ ഈ പുറത്തു വരുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും പിണറായി വിജയൻ 2026-ൽ സംസ്ഥാന മുഖ്യമന്ത്രി ആകില്ല എന്നുള്ള കാര്യം പലരും വിശ്വസിക്കുന്നില്ല. തന്ത്രപ്രധാനമായ നീക്കങ്ങളിലൂടെ പിണറായി തന്നെ മുഖ്യമന്ത്രിയായി എത്തും എന്ന് തന്നെയാണ് പലരും ഇപ്പോഴും കരുതുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാം. അതൊരു അഭിപ്രായം മാത്രമാണ്. ഇതുവരെ നടന്ന ചില കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളും തമ്മിൽ ബന്ധപ്പെടുത്തി ഒരു കാര്യം ആദ്യമേ പറയാം. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കില്ല. പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രിയാകുന്നത് മറ്റൊരാളായിരിക്കും. മാത്രമല്ല ആ ഒരു തീരുമാനം ചിലപ്പോൾ CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ മുന്നണിക്ക് അടുത്ത തുടർഭരണത്തിലേക്കുള്ള വഴിയൊരുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇതൊരു പ്രവചനമോ വെറുതെ ഇരുന്ന് ഗണിച്ചു പറഞ്ഞതോ ആയ കാര്യങ്ങളല്ല. മുന്നിൽ വന്ന ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ഇക്കാര്യം ഞാൻ മാത്രം പറഞ്ഞ കാര്യവുമല്ല. അങ്ങനെയുള്ള ഒരു നീക്കത്തിലൂടെ CPM മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ വീണ്ടും LDF-ന് ഒരുപക്ഷെ തുടർഭരണം ലഭിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും. നിലവിലെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീർച്ച വന്നിട്ടില്ല പലർക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1996-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിൽക്കുകയും എന്നാൽ മുന്നണിക്ക് ഭരണം ലഭിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയാവുകയും ചെയ്ത EK നയനാരെ പോലെയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ കണക്കുകൂട്ടി നിൽക്കുന്നത് എന്നുള്ള വാദങ്ങളാണ് പലരും ഉയർത്തുന്നത്.
അന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിച്ച അച്യുതാനന്ദൻ തോൽക്കുകയും മുതിർന്ന നേതാവായ സുശീല ഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം എന്നൊരു വിഭാഗത്തിൻ്റെ ആവശ്യം അംഗീകരിക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് തിരഞ്ഞെടുപ്പ് രംഗത്തില്ലാതിരുന്ന കെ നയനാർ മുഖ്യമന്ത്രിയായി മാറിയത്. എന്നാൽ അന്നുള്ളതിൽ നിന്നും തികച്ചും വിഭിന്നമാണ് ഇന്നത്തെ സാഹചര്യം. കാരണം 2021 പാർട്ടിയെയും മുന്നണിയെയും നയിച്ച പിണറായി വിജയൻ തന്നെ പറഞ്ഞിരുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിൽ തനിക്ക് മത്സരിക്കാൻ അർഹതയുണ്ടായിരിക്കില്ല എന്ന്. അതായത് അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുകയോ ഒരു MLA ആകുവാനോ ഒന്നും താൻ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കി പറയുകയായിരുന്നു അദ്ദേഹം. പറയുന്ന കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നൊരു പ്രകൃതമാണ് പിണറായി വിജയൻ്റേത് എന്നുള്ളതിനാൽ ഇക്കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാം. അതിനിടയിലാണ് മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. CPM പോളിറ്റ് ബ്യൂറോയിലേക്ക് കെ ശൈലജയെ പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ എത്തുന്നത്. പാർട്ടി CPM ആണ്. മുൻപ് പ്രചരിക്കുന്ന വാർത്തകളായിരിക്കില്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ഇതൊരു സാധ്യത മാത്രമല്ല എന്നുള്ളതാണ് സത്യം. കാരണം വനിതാ പ്രാതിനിധ്യത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന CPMന് ഇപ്പോൾ ഒഴിവുവരുന്ന സ്ഥാനങ്ങളിലേക്ക് പ്രതിനിധികളെ നിർദ്ദേശിക്കേണ്ടതുണ്ട്. കേരളത്തിൽ നിന്നും പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ പ്രധാന പരിഗണന കെ ശൈലജയ്ക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. PBയിലെ വനിതാ അംഗങ്ങളായ ബൃന്ദ കാരാട്ടും സുഭാഷിണി അലിയും ഒഴിയുന്നതാണ് കെ ശൈലജയ്ക്ക് അനുകൂലമാകുന്ന ഘടകം. ശൈലജയെ കൂടാതെ രാധാകൃഷ്ണൻ, തോമസ് ഐസക്, EP ജയരാജൻ എന്നിവരും PBയിലെത്താൻ സാധ്യതയുണ്ടെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. കേന്ദ്ര കമ്മിറ്റിയിലെ ഏറ്റവും മുതിർന്ന നേതാവെന്ന പരിഗണനയാണ് ശൈലജയ്ക്ക് ലഭിക്കുക. എന്നാൽ അന്തിമ തീരുമാനം മധുര പാർട്ടി കോൺഗ്രസ് ആണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മഹാരാഷ്ട്രയിൽ നിന്നുള്ള മറിയം ദൗള, തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം വാസുകി എന്നിവരും പോളിറ്റ് ബ്യൂറോയിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള നേതാക്കളാണ്. സ്വാഭാവികമായും പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ശക്തമായ അടിത്തറ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളതിനാൽ കേരളത്തിൽ നിന്നും ഒരു വനിതാ പ്രതിനിധി മിക്കവാറും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസം. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പലരും ആഗ്രഹിക്കുന്നത് പോലെ ഒരു വനിതാ പ്രതിനിധിയെ മുന്നിൽ നിർത്തി എന്തുകൊണ്ട് CPMന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം പരിഗണിച്ചു കൂടാ എന്ന സാഹചര്യം വരും. CPM നേതൃത്വത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത് എന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഒരുപക്ഷെ അങ്ങനെയാണ് അവരുടെ മനസ്സിലുള്ളതെങ്കിൽ, അതായത് ഒരു വനിതാ പ്രതിനിധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന തന്ത്രമാണ് CPM ഒരുക്കുന്നതെങ്കിൽ, അതിലും വലിയ ഒരു നീക്കം ഇനി CPMൻ്റെ ഭാഗത്തു നിന്നോ ഈ കേരള രാഷ്ട്രീയത്തിലോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കെ ശൈലജയെ മുന്നിൽ നിർത്തിക്കൊണ്ട് CPM ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ CPM നേതൃത്വം കൊടുക്കുന്ന LDF മുന്നണിക്ക് കേരളത്തിൽ മിന്നും വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യ ടുഡേ വെളിപ്പെടുത്തിയത്. ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നാഷൻ എന്ന പേരിൽ ഇടയ്ക്കിടെ സർവേ ഫലങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ ജനങ്ങളുടെ അല്ലെങ്കിൽ നാടിൻ്റെ മനസ്സ് ആർക്കൊപ്പമായിരിക്കും എന്നുള്ളതാണ് ഈ സർവേയിലൂടെ അവർ കണ്ടെത്താൻ ശ്രമിക്കുന്ന കാര്യം. അത്തരത്തിലുള്ള ഒരു സർവേ ഫലം 2 മാസങ്ങൾക്ക് മുൻപും ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ. രാജ്യത്ത് ഇപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്നാൽ ജനങ്ങളുടെ മനസ്സ് ആർക്കൊപ്പമായിരിക്കും എന്നുള്ളതായിരുന്നു ഈ സർവേയിലൂടെ അവർ കണ്ടെത്താൻ ശ്രമിച്ചത്. രാജ്യത്ത് ആകമാനമുള്ള ജനങ്ങളെ നേരിൽ കണ്ട് തയ്യാറാക്കിയ സർവേ ആയതുകൊണ്ട് തന്നെ കേരളവും അതിലുൾപ്പെട്ടിരുന്നു. രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 6 മാസം പിന്നിട്ട ആ സാഹചര്യത്തിൽ 6 മാസം മുൻപുള്ള റിസൾട്ട് മാറ്റിമറിക്കാൻ പ്രാപ്തിയുള്ള എന്തെങ്കിലും സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ഈ സർവേയിലൂടെ ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് 3ാം തവണയും BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് അധികാരത്തിലെത്തിയതെങ്കിലും കേരളത്തിൽ നേട്ടമുണ്ടാക്കിയത് UDF ആയിരുന്നു. എന്നാൽ അതേസമയം കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേടുവാൻ BJPക്ക് കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏകദേശം അരവർഷം പിന്നിടുമ്പോൾ അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളിൽ നിലനിന്ന അതേ മാനസിക സാഹചര്യങ്ങൾ തന്നെയാണോ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതായിരുന്നു മൂഡ് ഓഫ് ദ നേഷൻ സർവേയിലൂടെ അവർ അന്വേഷിച്ചത്. കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ചില വിവരങ്ങളാണ് ഈ സർവേയിലൂടെ വ്യക്തമായത്. അതായത് കേരളത്തിലെ പരമ്പരാഗത മുന്നണികളായ LDFും UDFും നേർക്കുനേർ പോരാടുമ്പോൾ അതിനൊപ്പം തന്നെ BJPയും ഇപ്പോൾ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണെന്നാണ് സർവേ ഫലത്തിലൂടെ വ്യക്തമായത്. 2024 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ശക്തമായ തിരിച്ചടിയാണ് ലഭിച്ചത്. ആ തിരിച്ചടിയുടെ കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഈ വികാരം തന്നെയായിരിക്കും അടുത്ത ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കുക എന്ന് കോൺഗ്രസും BJPയും പ്രതീക്ഷിക്കുന്നുണ്ട്. അന്ന് പുറത്തു വന്ന മൂഡ് ഓഫ് ദ നാഷൻ സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ കഴിയുമോ എന്നുള്ളതായിരുന്നു അന്നുയർന്ന ചോദ്യം. അന്ന് പുറത്തു വന്ന സർവേ ഫലങ്ങൾ അനുസരിച്ച് ഇപ്പോഴൊരു പൊതു തെരഞ്ഞെടുപ്പ് നടന്നാലും കേരളത്തിലെ ഭരണകക്ഷിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതായിരുന്നു വ്യക്തമായത്.
2024 പൊതു തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതുപോലെ ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് ലഭിച്ചേക്കാമെന്നും സർവേ ഫലത്തിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിനേക്കാൾ ഞെട്ടിക്കുന്ന മറ്റൊരു സംഗതി കൂടി സർവേ ഫലത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് അന്ന് ലഭിച്ച വോട്ട് വിഹിതത്തേക്കാൾ കുറവായിരിക്കും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ LDFന് ലഭിക്കുന്ന വോട്ട് വിഹിതമെന്നാണ് സർവേ ഫലത്തിൽ വ്യക്തമാക്കിയത്. ചുരുക്കി പറഞ്ഞാൽ ഇടതു സഖ്യത്തിൻ്റെ വോട്ട് വിഹിതത്തിൽ ഇടിവുണ്ടാകുമെന്നാണ് മൂഡ് ഓഫ് ദ നേഷൻ സർവേ ഫലത്തിൽ പ്രവചിച്ചത്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ഇതെല്ലാം രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ BJP 1 മുതൽ 2 വരെ സീറ്റുകൾ സ്വന്തമാക്കുമെന്നാണ് സർവേ ഫലസൂചനകൾ പറഞ്ഞത്. അതേസമയം UDF 16 മുതൽ 18 വരെ സീറ്റുകൾ നേടുമെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ LDF ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്നുള്ളതും സർവേ ഫലം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുമെന്നുള്ളതാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല BJP മൂന്നാം ബദലായി മാറുമെന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട്. 2024 BJP നേടിയ 17% നിന്ന് വോട്ട് വിഹിതം 7% കൂടി വർദ്ധിക്കും എന്നാണ് ഈ സർവേയിൽ ചൂണ്ടിക്കാണിച്ചത്. BJPയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ LDFൻ്റെ വോട്ട് വിഹിതത്തിന് 2% കുറവുണ്ടാകുമെന്നും സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ BJPയുടെ വോട്ട് വിഹിതം 24%, UDFന് 42%, LDFന് 30% ആയിരിക്കുമെന്നാണ് മൂഡ് ഓഫ് ദ നേഷൻ സർവേ ഫലം പ്രവചിച്ചത്. ഇതായിരുന്നു അന്ന് ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ച സർവേ ഫലം. എന്നാൽ ഈ സർവേ ഫലത്തിന് ഒരു കുഴപ്പമുണ്ട്. അതായത് രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സർവേ ഫലമാണല്ലോ അന്ന് പുറത്തു വന്നത്. അത് അടിസ്ഥാനമാക്കി ഒരിക്കലും 2026 നടക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രവചിക്കാൻ കഴിയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ വിദഗ്ധർ പറയുന്നത്. അതായത് ഈ സർവേ ഫലവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിദഗ്ധരുടെ ഒരു ചർച്ച ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ചിരുന്നു. ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില കാര്യങ്ങളുണ്ട്. രാജ്യത്ത് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഭൂരിഭാഗം തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും അഭിപ്രായപ്പെട്ടത്. അതിനിടയിൽ ദേശീയ രാഷ്ട്രീയ വിശകലന വിദഗ്ധയായ മനീഷ പ്രിയം ചർച്ചയിൽ ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി. കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ മാറ്റത്തിലാണെങ്കിലും അത് നിയന്ത്രിക്കപ്പെടാവുന്ന സാഹചര്യത്തിലാണ് എന്നാണ് മനീഷ പറയുന്നത്. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഇത്തരത്തിലൊരു സാഹചര്യമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും അതേപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഇടതുപക്ഷം പിടിച്ചെടുക്കുകയായിരുന്നു. കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയേക്കാൾ ഇടതുപക്ഷം ഇപ്പോഴും ശക്തരാണെന്നാണ് മനീഷ പറയുന്നത്. കേന്ദ്രത്തിലെ കോൺഗ്രസിൻ്റെ പ്രകടനം കേരളത്തിലെ സാധ്യതകളെ ചിലപ്പോൾ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പ്രിയം പറയുന്നത്. അതോടൊപ്പം തന്നെ മനീഷ പ്രിയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അന്ന് വ്യക്തമാക്കിയിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈ ലഭിച്ചേക്കാവുന്ന ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യം. ഇന്ന് ഒരുപക്ഷേ KK ശൈലജയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ മനീഷയുടെ ഈ പ്രസ്താവന തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. അന്ന് മനീഷ പറഞ്ഞ കാര്യം ഇതായിരുന്നു: ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടുകയാണെങ്കിൽ അവർ സ്ത്രീകളുടെയും OBC വോട്ടർമാരുടെയും വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരുമെന്നാണ് മനീഷ പ്രിയം അന്ന് വ്യക്തമാക്കിയത്. എന്തായാലും മനീഷയുടെ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് CPM പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ചർച്ചകളിൽ നിറഞ്ഞിരിക്കുന്നതും. മാത്രമല്ല മറ്റൊരു പ്രധാന കാര്യം കൂടി അവർ പറഞ്ഞു വയ്ക്കുന്നു. കേരളത്തെ സംബന്ധിച്ച് BJP ഇതുവരെ അവരുടെ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല എന്ന്. KK ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട് മനീഷ പ്രിയത്തിൻ്റെ വാക്കുകൾ ശരിവച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കം CPMൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് നിലവിൽ 2026 ഭരണം സ്വപ്നം കാണുന്ന കോൺഗ്രസ് തന്നെയായിരിക്കും.